എർലിംഗ് ഹാലണ്ടും ലയണൽ മെസ്സിയും ഇത്തവണത്തെ ബലൻ ഡിയോർ ഒരുപോലെ അർഹിക്കുന്നുണ്ടെന്ന് മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പെപ് ഗാർഡിയോള ബ്രൈറ്റനുമായുള്ള പ്രീമിയർ ലീഗ് മത്സരത്തിന് മുന്നോടിയായി പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ഗാർഡിയോള. ഞാൻ എപ്പോഴും ഇക്കാര്യം പറയുന്നതാണ്. ബലൻ ഡിയോറിനെ രണ്ട് വിഭാഗമായി തിരിക്കാം. ഒന്ന് മെസ്സിക്കുള്ളതാണ്, പിന്നെ ഒന്ന് മറ്റു താരങ്ങൾക്കുള്ളതാണ് പെപ് ഗാർഡിയോള പറഞ്ഞു. ഹാലണ്ട് ഈ പ്രാവശ്യം ബലൻ ഡിയോർ നേടേണ്ടതാണ്. ഞങ്ങൾ ട്രിബിൾ സ്വന്തമാക്കി. അവൻ ഒരുപാട് ഗോളുകൾ അടിച്ചു. മെസ്സിയുടെ മോശം സീസണാണിത്. മറ്റു താരങ്ങളെ സംബന്ധിച്ച് മികച്ച സീസൺ. രണ്ടുപേരും ഇത്തവണ പുരസ്കാരം അർഹിക്കുന്നുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ അഭിപ്രായപ്പെട്ടു. സത്യത്തിൽ ഇത്തവണ ഹാലണ്ട് ബലൻ ഡിയോർ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ അവൻ ഞങ്ങളെ സഹായിച്ചു. പക്ഷേ മെസ്സി ലോകകപ്പ് നേടിയിട്ടുണ്ട്, പെപ് ഗാർഡിയോള ഓർമ്മിപ്പിച്ചു. ഈ മാസം 30-നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ബലൻ ഡിയോർ പുരസ്കാര പ്രഖ്യാപനം. അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയും മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ടുമാണ് സാധ്യതാ ലിസ്റ്റിൽ മുന്നിൽ. 36 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കഴിഞ്ഞ ഡിസംബറിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ലോകകപ്പ് കിരീടം ഉയർത്തിയത്. അർജന്റീനയ്ക്കായി ഖത്തർ ലോകകപ്പിൽ തകർപ്പൻ പ്രകടനമാണ് മെസ്സി കാഴ്ചവെച്ചത്. ഖത്തർ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും മെസ്സിക്കായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗും FA കപ്പും ചാമ്പ്യൻസ് ലീഗും നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ് ഹാലണ്ട്. ട്രിബിൾ നേട്ടത്തിനൊപ്പം പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ സ്കോർ ചെയ്ത താരത്തിൻ്റെ റെക്കോർഡും ഹാലണ്ട് സ്വന്തം പേരിൽ കുറിച്ചിരുന്നു.